എന്നെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ ഒപ്പം ചേർക്കാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. സർജറി മാത്രമല്ല, സർജിക്കൽ സ്ട്രൈക്കും അറിയാം ഈ അപ്പോത്തിക്കിരിക്കാൻ. ഒന്ന് മാറിയെന്നേ. പറഞ്ഞു തിരുത്താനോ ഉപദേശിച്ചു മാറ്റാനോ പറ്റാതായി പോയല്ലോ ദൈവമേ. പാവം, അല്പായുസേ ഉള്ളൂ. വാടാ. ജീവിതത്തിൽ ആദ്യമായി ഇഷ്ടം തോന്നിയ പെൺകുട്ടിയാ അനു. ജീവിതാവസാനം വരെ അനു ഒപ്പം ഉണ്ടാവണമെന്നൊരു തോന്നൽ. ഒരു ആക്സിഡന്റൽ പ്രപ്പോസൽ. ആക്സിഡന്റ് വഴി വന്ന ആലോചന. ആദ്യം കൂട്ടിയിടി, പിന്നെ തമ്മിലിടി, പിന്നെ ആക്സിഡന്റ്, 300 ml ചോര. എന്റെ അനുക്കുട്ടി. പേടിച്ചോടാ ചക്കര. സ്വപ്നത്തിൽ എന്താ സംഭവിച്ചേ? കുതിരപ്പന്റെ വീട്ടിലെ രാജകുമാരൻ കുതിര പുറത്തുനിന്ന് താഴെ വീണ് കാണും അല്ലേ? ഒന്ന് പോയാ അമ്മക്കുട്ടി, ചുമ്മാ മനുഷ്യനെ പേടിപ്പിച്ചിട്ട്. ദിവാസ്വപ്നം പൊളിഞ്ഞതിന്റെ ദേഷ്യമാണോ ദിവാകര? പിന്നെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ? അയ്യോ വേണ്ടായേ. ദേഷ്യം പിടിച്ച് എന്റെ കൊച്ചെങ്ങാനും പൊട്ടിത്തെറിച്ചു പോയാ പിന്നെ ഈ അമ്മക്കുട്ടിക്ക് ആരാ? എന്നാലും എനിക്കൊരു സംശയമുണ്ട്, സങ്കടവും. പറഞ്ഞാലും സംഗീതേ, അവിടുത്തെ സങ്കടം നോം പരിഹരിച്ചു തരുന്നതായിരിക്കും. പറയൂ. നിനക്ക് എന്നോടെ സ്നേഹം ഇത്തിരി കുറഞ്ഞോന്നൊരു സംശയം. സംശയം അതൊരു രോഗമാണ് സംഗീതേ. സംഗീതയോ? മേടിക്കുന്നീ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ മാറ്റം. ആണോ? എങ്കി അമ്മക്കുട്ടി സ്നേഹത്തിന്റെ ഒരു തെർമോമീറ്റർ ആയിട്ട് വാ. നമുക്ക് സ്നേഹപ്പനിയുടെയും പ്രേമപ്പനിയുടെയും ചൂടളക്കാം. എനിക്ക് എന്റെ അമ്മക്കുട്ടി കഴിഞ്ഞില്ലേ? ഈ ലോകത്ത് ആരും ഉള്ളൂ. അയ്യോ എനിക്ക് വിശക്കുന്നു. ചപ്പാത്തി മുട്ടക്കറിയല്ലേ? കമോൺ കമോൺ. കുടുംബ സ്വത്തിൽ ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യ അവകാശം ഹൈക്കോടതി.
അതായത് ഈ വീട്ടിലെ സ്ഥാവര ജംഗമ വസ്തുക്കൾക്ക് അളിയനും നിനക്കും എനിക്കും തുല്യ അവകാശമാണെന്ന് മനസ്സിലായോ? ആ അപ്പൊ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് വാങ്ങിയതൊക്കെ തിരിച്ചു തരുമോ? ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത, ജില്ലയിൽ റെഡ് അലർട്ട്. ആ രഞ്ജു, നമുക്കൊരു 9:30 എന്നെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു 9 മണിക്ക് എത്തിക്കോളാം. ശരി, ഓക്കെ. എന്താ ചേച്ചി? എടാ വിപി, ആ പറഞ്ഞോ. നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. എന്ത് OP-യുടെ കാര്യമോ? കളിക്കല്ലേ, നിന്റെ ജീവിതത്തിന്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. നീ നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനത്തിലെത്തണം. ആ കുത്തിത്തിരിപ്പിന്റെ ഫ്രാഞ്ചൈസി ആയിട്ടാണല്ലോ എന്റെ ഭാര്യ വന്നേക്കണത്. നിങ്ങൾ മിണ്ടരുത്. ഓ. ഞാൻ എന്റെ അനിയനോടാ സംസാരിക്കുന്നത്. ഞാൻ എന്റെ അളിയനോടും സംസാരിക്കും. നിനക്കെന്താ കുഴപ്പം? ഒന്നും മിണ്ടാതിരിക്കൂ. മോനെ നീങ്ങുവാ. അതെ, നമ്മള് കുടുംബക്കാരല്ലേടാ ഒന്നിച്ച് നിക്കണ്ടേ. നീ ദിവ്യമോളെ തന്നെ കെട്ടണം. സേനമ്മാവനുമായിട്ടൊക്കെ എന്തിനാടാ ഒരു പിണക്കത്തിന് പോകുന്നേ? കഴിഞ്ഞോ എന്ത് ചേച്ചിയുടെ ഉപദേശമൊക്കെ? അല്ലളിയ, കുറച്ചും കൂടി പാര വരാണ്ട്, അതും കൂടി കേട്ടോ. ശശാങ്കേട്ടാ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഓ മോനെ, കല്യാണം എന്ന് പറഞ്ഞാ വെറും കുട്ടിക്കളിയല്ല. ആയുഷ്കാലം മുഴുവനും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കേണ്ടതാ. നിന്റെ ഭാവിക്ക് വേണ്ടിയാ ഞാനും അമ്മയും ഈ പറയുന്നത്. ചേച്ചി ഒന്ന് നിർത്ത്. ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല. എനിക്ക് പോയിട്ട് കുറച്ച് ജോലിയുണ്ട്. അപ്പൊ ശരി. ഡാ വിബി, നിക്കടാ അവിടെ. എന്റെ പൊന്നനിയനല്ലേ, ചേച്ചി പറയുന്ന മോൻ കേക്ക്. ദിവ്യപ്രഭ നല്ല കുട്ടിയല്ലേ? അളിയാതെ ഞാൻ വീണ്ടും പറയണം, അളിയൻ ഇഷ്ടമുള്ള ആളുടെ കൂടെ തന്നെ ജീവിക്കാൻ നോക്ക്. അല്ലാതെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും അളിയനും സംഭവിക്കരുത്. നിങ്ങളെ ജീവിതത്തിൽ എന്തോന്ന് സംഭവിച്ചു? എന്ത് സംഭവിച്ചെന്നാ? ആന ചവിട്ടി അവലോസുണ്ടാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കേറി വാടി അങ്ങട്. ബാക്കി ഞാൻ അവിടെ പറഞ്ഞുതരാൻ വന്നിട്ട് നിന്നെ. ശശാങ്കേട്ട ഒരു കഥയില്ലാത്ത ആളാ. അങ്ങനെ പറയുന്നെന്ന് നീ കേക്കണ്ട മോനെ. എന്നാലേ ഞാൻ അങ്ങനെയല്ല. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി. ചേച്ചി എത്തിയല്ലോ. ഇനി ഒന്നും കൊണ്ട് പേടിക്കണ്ട. വേണ്ടതെല്ലാം ഞാൻ വേണ്ടതുപോലെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നീ എന്താ ഈ പറയുന്നേ? വരുന്ന വഴിക്ക് എല്ലാ വീട്ടിലും കയറി ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. എന്ത് ക്ഷണിച്ചു? ആനക്കുട്ടിയുടെ കല്യാണം. ആ നിനക്കിതെന്തിന്റെ കേടാ പങ്കജം? വെറുതെ നാട് നീളെ കൊട്ടിഘോഷിക്കാൻ. അല്ലേ, കൊട്ടിഘോഷിക്കാതെ നടത്താൻ ഇതെന്താ മതിലിയാട്ടോ ഒളിച്ചോട്ടോ വല്ലാണോ? ഡോക്ടർ വന്നു, കണ്ടു, കീഴടക്കി. അയ്യോ എന്റെ പങ്കു ചേച്ചി പ്ലീസ്. എന്തിനാ പ്ലീസണേ? അതെനിക്ക് പിടികിട്ടിയില്ല. ഇതൊക്കെ തീരുമാനമായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞ പോരെ പങ്കജം? എല്ലാരും അറിഞ്ഞിട്ട് പറഞ്ഞ ഈ പങ്കജത്തിന്റെ ഒരു ഗുമ്മ പോകത്തില്ലേ? ശകരിയമ്മച്ചി, ഞാൻ അനുക്കുട്ടിയുടെ കല്യാണത്തിന്റെ എല്ലാ പ്രിപ്പറേഷൻസും തുടങ്ങി. മൈലാഞ്ചി കല്യാണത്തിന് ട്രാക്ക് ഇട്ട് പാടാന് 3 മലയാള പാട്ടുകളാ ഞാൻ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയ. ഫസ്റ്റ് വൺ, പെണ്ണേ പെണ്ണേ നിന്റെ കല്യാണമായി. സെക്കൻഡ് വൺ, കുടമുറി കല്യാണം. ഇന്ന് നിന്റെ മാംഗല്യം. തേർഡ് വൺ, മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു. ചുംബനോ ശുനകനോ. അയ്യോ, ഇതില് മൂന്നാമത്തേതാണ് ബെസ്റ്റ്. ആണോ? ആ സത്യത്തില് ഹിന്ദി പാട്ടിലായിരുന്നു എന്റെ പിടി. ഓഹോ, പക്ഷെ മാതൃഭാഷയായി പോയില്ലേ നമ്മുടെ മലയാളം.
നമ്മളായിട്ട് എന്തെങ്കിലും ഒരു സംഭാവന കൊടുക്കണ്ടേ? ശങ്കരിയമ്മച്ചി, ഞാനൊരു പാട്ടിപ്പൊ പാടി കേൾപ്പിക്കാമേ. മാന്യ സദസ്സിന് വന്ദനം. വന്ദനമില്ല കുന്തവുമില്ല. നീ അടുക്കള പോയി നിന്റെ ജോലി നോക്ക്. കലാബോധമില്ലാത്ത ഇങ്ങനത്തെ ഓൾഡ് പീസുകളാ കലാകേരളത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സം. ബാഡ്, വെരി ബാഡ്. പങ്കജം, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? നിനക്ക് ഇവിടുത്തെ ജോലി മടുത്തോ? എങ്കിൽ ഞാൻ വേറെ ആളെ നോക്കാം. ശങ്കരിയമ്മച്ചി, ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി സാമ്പാർ മതിയോ? മതിയല്ലേ? മുഖം കണ്ടറിയാം. ഞാൻ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കാം. അനുകുട്ടിക്ക് ഡബിൾ ഓംലെറ്റ് അല്ലേ? അമ്മ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ പറ്റില്ല. ശരി അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. ആ ശരി. ഈ പങ്കു ചേച്ചിക്ക് ഇത് എന്തിന്റെ കുഴപ്പമാ വിളിച്ചു പറഞ്ഞിങ്ങനെ നടക്കാൻ? പത്രത്തിൽ കൊടുക്കാതെ തന്നെ നിന്റെ കല്യാണക്കാര്യം നാട്ടുകാർ അറിഞ്ഞില്ലേ? ഏത് ന്യൂസ് ചാനലിനുണ്ട് ഈ റീച്ച്? ചുമ്മാതല്ല, നാട്ടുകാർ ആകാശവാണിന്ന് വിളിക്കുന്നെ. ആ നാക്കേ ഉള്ളടി, ആള് പാവാ. എന്താ ഫോൺ എടുക്കാത്ത? സംസാരിക്കാൻ നമുക്കിടയിലൊന്നും അവശേഷിക്കുന്നില്ലല്ലോ ഡോക്ടർ. ഇപ്പോഴും തെറ്റിദ്ധാരണ മാറിയിട്ടില്ലല്ലേ? തെറ്റിദ്ധാരണയല്ലല്ലോ, നല്ല ശരിയായ ധാരണയാണല്ലോ എനിക്ക് ഡോക്ടറെ പറ്റിയുള്ളത്. പിന്നെ ഭാവി വധുവിന് സുഖം തന്നെയാണല്ലോ അല്ലേ? ഞാൻ വീണ്ടും പറയുക, എല്ലാം നീലിമയുടെ തെറ്റിദ്ധാരണ മാത്രമാണെന്ന്. അനു ഒരു പാവം കുട്ടിയാ. എന്താ ഉദ്ദേശം? അവളെ വാഴ്ത്തിപ്പാടാൻ വേണ്ടിയാണോ എന്നെ ഇപ്പൊ വിളിച്ചത്? എന്റെ മനസ്സിൽ ഞാൻ നട്ട് നനച്ച് വളർത്തിയൊരു പൂച്ചെടിയായിരുന്നു നിങ്ങളോടുള്ള സ്നേഹം. മകനെ വേരോടെ പിഴുത് കളഞ്ഞത് അവള്. ആരോട് ക്ഷമിച്ചാലും ഞാൻ അവളോട് ക്ഷമിക്കില്ല. കൂടുതൽ വിശേഷങ്ങളൊന്നും എനിക്ക് കേൾക്കുകയും വേണ്ട. നീലിമ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഹലോ ഹലോ ഹലോ
പ്രാർത്ഥിക്കാം. നിമിത്തമൊക്കെ ബഹുകേമം. ഈ മാസം തന്നെ സമയം കുറിക്കാം. അടിപൊളി. അപ്പൊ ആ സംഭവം ഈ മാസം തന്നെ നടക്കട്ടെ. എന്താ വേണ്ടേ? വേണ്ടെങ്കി വേണ്ട. ഇതെന്താ കള്ള് ഷാപ്പാ? കൂവി കൈയടിച്ച് അലമ്പുണ്ടാക്കാൻ. ഒരു മാനേഴ്സ് ഇല്ലാത്ത ആൾക്കാര്. മാനേഴ്സ് ഇല്ലാത്തത് ഇവിടെ ഉള്ളവർക്കല്ല. പങ്കജം, ഓ, ഇവളാരാ ഇവിടുത്തെ? ഒരു വേലക്കാരിയാണോ ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത്? ഒരടുക്കളക്കാരിയെ പോലും നിലയ്ക്ക് നിർത്താൻ പറ്റാത്ത ഒരു കുടുംബത്തിലേക്കാണല്ലോ ഭഗവാനെ എന്റെ മോൻ സംബന്ധത്തിന് വന്നിരിക്കുന്നത്. ലക്ഷ്മി, ഒരു മംഗളകാര്യം നടക്കാൻ പോവാ ഇവിടെ. അതിന് ഞാൻ എന്തു പറഞ്ഞു? എന്റെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളത്? ഒന്നുമില്ല, ഒന്നും മിണ്ടായിരിക്കൂ. അതെന്താ അച്ഛാ അമ്മ അങ്ങനെ അപമാനിക്കും പോലെ സംസാരിക്കുന്നേ? ആദ്യം ഈ വീട്ടിൽ അനാവശ്യമായി സംസാരിക്കുന്നവരോട് നിർത്താൻ പറയും. അല്ല, അത് പിന്നെ ഞാൻ. പങ്കജം, ഈ കാര്യത്തിൽ നീ അഭിപ്രായം ഒന്നും പറയണ്ട, മനസ്സിലായോ? ഓ ശരി. എടി നാത്തൂനെ, നിനക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ടടി. അനിക്കുട്ടി കല്യാണം കഴിഞ്ഞ് അങ്ങോട്ടൊന്ന് വന്നോട്ടെ. നിനക്ക് 8ന്റെ പണി തന്നെ ഞാൻ തരുവടി ഭദ്രകാളി. എന്താടി നോക്കി പിടിപ്പിക്കുന്നത്? യമുന ഒന്നും ഉണ്ടായിരിക്കുന്നേ. തിരുമേനി, ചില പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും. അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. ഈ മാസം 27-ാം തീയതി ഒരു നല്ല മുഹൂർത്തം കാണുന്നുണ്ട്. അല്ല, ഇത്ര പെട്ടെന്നൊരു മുഹൂർത്തം വേണോ?